എന്താണ് ഇക്കോസിസ്റ്റം മോഡൽ? എങ്ങനെയാണ് ഇക്കോസിസ്റ്റം മോഡൽ നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുക? ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനി, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ക്യാഷ് റിച്ച് കമ്പനികളിലൊന്നാണ് ആപ്പിൾ. ഐഫോൺ യൂസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ ഐഫോൺ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്കൊരു ലാപ്ടോപ്പ് വാങ്ങണം, അവർ തീർച്ചയായിട്ടും ആപ്പിൾ പ്രോഡക്റ്റ് മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമറും കമ്പനിയും തമ്മിൽ ഈ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയം. കസ്റ്റമർ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും അവരുടെ സിസ്റ്റത്തിന് പുറത്തു പോകുന്നില്ല. ആ ഒരു ഇക്കോ സിസ്റ്റം അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ വിജയം. അതായത് കസ്റ്റമർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ 10 ടൈംസോ 100 ടൈംസോ വാല്യൂ കൊടുക്കാനായിട്ട് ആപ്പിൾ കമ്പനിക്ക് സാധിച്ചു. സോ ഒരിക്കൽ ആ സിസ്റ്റത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു പ്രോഡക്റ്റിന് അഡിക്റ്റായി മാറുന്നു കസ്റ്റമേഴ്സ്. സെയിം സിസ്റ്റമാണ് ആമസോണിലും. ആമസോണിൽ നിങ്ങളൊരു റെഗുലർ ബയർ ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ മറ്റൊരു പ്ലാറ്റ്ഫോം ഓപ്റ്റ് ചെയ്യത്തില്ല, ശരിയല്ലേ? കാരണം ധാരാളം നല്ല രീതിയിൽ കസ്റ്റമർ സർവീസ് കിട്ടുന്നു, നല്ല തരത്തിലുള്ള പ്രോഡക്ട്സുകൾ കിട്ടുന്നു. അതുകൊണ്ട് ഒരിക്കലും മറ്റൊരു പ്ലാറ്റ്ഫോം ഓപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ കസ്റ്റമറും ബ്രാൻഡുമായിട്ട് കമ്പനിയായിട്ടൊരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അതായത് കസ്റ്റമർ ആ ഒരു ബ്രാൻഡിനോ അല്ലെ ആ പ്ലാറ്റ്ഫോമിനോ അഡിക്റ്റായി മാറുന്നു. സോ ഈ സെയിം സിസ്റ്റം എങ്ങനെയാണ് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങളിപ്പോൾ ഒരു ട്രെയിനർ ആയിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ഓഫ്ലൈനിലായിരിക്കും ഇപ്പോൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത, നമുക്കറിയാം ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിൽ ധാരാളം കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കോമ്പറ്റീഷനിലെല്ലാം മറിച്ച് കൊളാബറേഷനാണുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഒരു ഇക്കോസിസ്റ്റം മോഡൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണോ അതൊരു നാരോ ടാർഗറ്റ് മാർക്കറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻസ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അധ്യാപകർ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ എംപ്ലോയീസ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ വിമൻസ് മാത്രമായിരിക്കണം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് മാർക്കറ്റിന് വേണ്ടി അവരുടെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ, അവരുടെ എല്ലാ പ്രോബ്ലത്തെയല്ല, അവരുടെ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ സൊല്യൂഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. അത് ഏത് സെക്ടർ വേണമെങ്കിലും ആയിക്കോട്ടെ, പേഴ്സണൽ കരിയർ, ബിസിനസ്, ഹെൽത്ത്, അല്ലെ ആർട്സ്, റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഡിസൈൻ ചെയ്യുക. പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ പാടില്ല, മറിച്ച് നിങ്ങൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റിനെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുമ്പം ആ കമ്മ്യൂണിറ്റിയും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധം, ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാണ്ട് സാധിക്കും. അപ്പോൾ ഒരിക്കൽ നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് അതിൽ കൊടുക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിലൂടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്ട്രീംസ് ഓഫ് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ വാട്സപ്പ് ക്ലാസ്, അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ലൈവ് കോച്ചിങ്, കൺസൾട്ടിങ്, പോഡ്കാസ്റ്റ്, യൂട്യൂബ്, ഏത് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് വരുമാനം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ കസ്റ്റമറിന് വേണ്ട പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റത്തിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്കോസിസ്റ്റം മോഡൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മാസീവ് ഗ്രോത്ത്, ഒരു റെസിഡ്യുവൽ ഇൻകം, ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധാരാളം വ്യക്തികളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ കൊടുക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. സോ ഡോണ്ട് സെൽ എനി പ്രോഡക്ട്സ്, ബിൽഡ് കമ്മ്യൂണിറ്റീസ് based on ecosystem model. See you in the next video.